ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പതിവ് പോലെ ഞാൻ ഡ്രൈവിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ടാസ്മാനിയയിലെ പെർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെർത്ത് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു വലിയ സ്റ്റേറ്റാണ്. എസ്പെഷ്യലി ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആ പെർത്തിൻ്റെ പേരിൽ ടാസ്മാനിയയിൽ ഒരു വില്ലേജ് ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അവിടെയാണ്. പെർത്ത് റൗണ്ട് അബൌട്ട് കറങ്ങുന്നു. അതാണ്ട് ലോൺസെസ്റ്റൺ സിറ്റിയിൽ നിന്നൊരു സിറ്റിയിൽ നിന്ന് 16 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. നല്ല അടിപൊളി വെതറാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഇവിടെ ഈവനിങ് 4 o'clock ആയി. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 19 ഡിഗ്രി ടെമ്പറേച്ചറാണ്. നിങ്ങൾ കാണുന്ന പോലെ നല്ല എന്താ പറയുക, നല്ല സുന്ദരമായ വെതർ. എന്നാൽ നമുക്ക് വണ്ടി AC ഇട്ട് ഓടേണ്ട കാര്യമില്ല. കാരണം നല്ല തണുത്ത കാറ്റുണ്ട്. ഇപ്പോൾ ഗ്ലാസ് വിൻഡോ ശകലം താത്തിയിട്ടാൽ നല്ലൊരു AC ഇട്ട് ഓടിക്കുന്ന ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇളം ചൂടും കാറ്റും കൂടെ സൂപ്പർ. ഈ സ്ഥലം പെർത്തെന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടിയാണിത്. അത്യാവശ്യം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ പെർത്ത്. ഇവിടെ അടുത്താണ് നമ്മുടെ ലോൺസെസ്റ്റൺ എയർപോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുന്ന് അധികം ദൂരമല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ റോഡ് സ്പീഡ് ലിമിറ്റ് 110 കിലോമീറ്ററാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും മാക്സിമം സ്പീഡാണ് 110 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന റോഡാണിത്. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 above കിലോമീറ്ററിലാണ്. വളരെ സ്മൂത്ത് റോഡാണ്. ക്രൂയിസ് കൺട്രോൾ ഇട്ട് നമ്മൾ ചുമ്മാ ഇങ്ങോട്ടേക്ക് ഇത് കൊടുത്താൽ മതി. ഉറങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് വലിയ അപകടങ്ങളുണ്ടാവാതെ രക്ഷപ്പെട്ടു. ഉറങ്ങിയ പുറകെ തൊട്ടടുത്തൊരു ഹമ്പ് ഉണ്ടായിരുന്നു. ഹമ്പ് എടുത്ത് ചാടിയപ്പോൾ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് വണ്ടി അപകടങ്ങളിൽ ആക്സിഡൻറ്റിൽ പെട്ടില്ല. അപ്പോഴും ഇതേ സെയിം സ്പീഡിൽ തന്നെയായിരുന്നു വണ്ടി. 100 above സ്പീഡിലായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് ഇരുന്നതാണ്. വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഈ ഇളം കാറ്റും വെയിലും എല്ലാം കൂടെ അടിച്ച് അറിയാണ്ട് കണ്ണം കടഞ്ഞു പോയി. അപ്പോൾ അത് നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഉറങ്ങരുത്. കാരണം ഹൈ സ്പീഡ് റോഡുകളാണ്. എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ പറയാം. പിന്നെ ഇങ്ങോട്ട് വന്നൊരു വണ്ടി ഇടിച്ചൊന്നും പേടിക്കേണ്ട. കാരണം ഇതെല്ലാം വൺ വേ ആണ്. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് വണ്ടി കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് അപ്പുറത്തോ പോയി ഇടിച്ചാലേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടിയിൽ ഇടിക്കില്ല. ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളാണെങ്കിലും സ്പീഡ് കീപ്പ് ചെയ്താവും പോകുന്നത്. വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അപകടങ്ങൾ പൊതുവേ ഇവിടെ കുറവാണ്. കാരണം ഇവിടുത്തെ ട്രാഫിക് കൺട്രോളും അതുപോലെ റോഡിൻ്റെ സംവിധാനങ്ങളും ഒക്കെ അത്ര സൂപ്പറാണ്. റോഡിലാണെങ്കിൽ പോലെ ഒരു കുഴിയോ മുണ്ടോ ഒന്നും ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് റോഡാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. ഞാൻ പറഞ്ഞില്ലേ 20 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൂടി നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഒരു പ്രത്യേക ഒരു ഫീലാണിത്. അയർലൻഡ് ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോൺസെസ്റ്റൺ ശരിക്കും അയർലൻഡ് പോലെ തന്നെയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ്. വെതർ കുറച്ചുകൂടെ ബെറ്ററാണ് ഇവിടെ ഉള്ളത്. അയർലൻഡിൽ തണുപ്പ് വരുമ്പോൾ നല്ല തണുപ്പാണ്. വെയിൽ കിട്ടുമ്പോൾ അതുപോലെ വെയിലാണ്. തണുപ്പാണ് അവിടെ ഭൂരിഭാഗവും. പക്ഷേ ഇവിടെ ഒരു സമ്മിശ്രമായ ഇതാണ്. അയർലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വലിയ തണുപ്പായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ തണുപ്പ് കൂടുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല
ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുത്തെ. ഞങ്ങളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ, ഇന്ത്യയിലൊക്കെ സൂപ്പർ ക്ലൈമറ്റാണ്. ഇന്ത്യയിലെ ചൂട് അസഹനീയമായ ചൂടാണ്. ഹ്യൂമിഡിറ്റി, ശരീരം വേർക്കും. ഇവിടെ ശരീരം വേർക്കില്ല, അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ്. എന്നാൽ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടും. അപ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ ഇടാതെ യാത്ര ചെയ്താൽ നമ്മളുടെ മുഖം മുഴുവൻ കറുത്ത് കരിവാളിക്കും. എനിക്ക് 1-2 പ്രാവശ്യം അബദ്ധം പറ്റി. വെറുതെക്കിടയിൽ ഇടാൻ മറന്നു പോകും. പക്ഷേ മുഖമൊക്കെ എങ്ങോട്ട് വല്ലാണ്ട് കരിവാളിച്ച് വരും. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇവിടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെയൊക്കെ മൂഡാണ്, ഹോളിഡേയ്സ് ആണ്. ഒരു ഭൂരിഭാഗം ഷോപ്പുകളും അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മിക്ക ഷോപ്പുകളിലും, ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പുകളിലെല്ലാം ഭയങ്കര ഓഫർ സെയിലാണ് കേട്ടോ നടക്കുന്നത്. 50% ഡിസ്കൗണ്ടിലാണ് മിക്ക ഷോപ്പുകളിലും സെയിൽ നടക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. എന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ ഭയങ്കര ഓഫറായിരിക്കും. അയർലൻഡിലും അതുപോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും നമ്മൾക്ക് എന്തെങ്കിലും എല്ലാ സാധനങ്ങളും, ഗ്രോസറി ആണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റം ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായി ഇതുപോലെയുള്ള സമയങ്ങളിൽ നല്ല മൂഡുള്ളപ്പോൾ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നല്ലൊരു മൂഡുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലെയുള്ള എന്താ പറയുക കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരാളാണ്. എന്തായാലും ഇപ്പോൾ ഈ ക്ലൈമറ്റ്, ഈ കാറ്റുമൊക്കെ അടിച്ച് നല്ലൊരു മൂഡിൽ നിൽക്കുകയാണ്. സോ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും കാണാം. സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ എന്ന് പറയുന്ന സ്ഥലം, ഡെവൻപോർട്ടിൽ. ഇവിടുന്ന് നമുക്ക് ഇപ്പം ഞങ്ങളുടെ സ്ഥലം ഒരു ഐലൻഡാണ്. നമുക്കിവിടുന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകണമെങ്കിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ഫ്ലൈറ്റിൽ പോവാം, അതല്ലെങ്കിൽ ഈ ഡെവൻപോർട്ടിൽ ചെന്നിട്ട് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ എന്ന് പറയുന്ന ക്രൂയിസ് ഷിപ്പുണ്ട്. ആ ഷിപ്പിൽ മീൻസ് നമ്മളുടെ കാറുമായിട്ട് പോയാലും കാറ് ഉൾപ്പെടെ നമുക്കത് കയറ്റി മെൽബൺ പോർട്ടിൽ പോയി ഇറങ്ങി മെൽബണിൽ നിന്ന് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അത് പക്ഷേ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അതുപോലെ ടൈം എടുക്കും. വേണ്ട 10 hour മറ്റോ വേണം ഇത് മെൽബൺ പോർട്ടിൽ ചെല്ലാനായിട്ട്. ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ലോൺസെസ്റ്റൺ എയർപോർട്ടിൽ നിന്ന് 1 hour കൊണ്ട് നമുക്ക് മെൽബൺ എയർപോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയ യൂസ് ചെയ്യുന്നത്. ബട്ട് ക്ലൈമറ്റൊക്കെ നോക്കി പോകണം. നല്ല എന്താ പറയുക, ഫസ്റ്റ് ടൈം പോകുന്നവരൊക്കെ ഈ ഷിപ്പ് ആടി ഉലയുമ്പോഴൊക്കെ വൊമിറ്റ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പലരും അതിന് നിരുത്സാഹപ്പെടുത്തുകയാണ് നമ്മളെ ചെയ്യാറ്. എങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം ലോൺസെസ്റ്റണിലേക്കാണ്.